ഹരേ കൃഷ്ണ. യശോദമ്മ എന്തിനാണ് കണ്ണനെ കെട്ടിയിട്ടതെന്ന് അറിയാമോ? ഒരു ദിവസം യശോദമ്മ ദാസിമാരെ എല്ലാം ഓരോ ജോലി ഏൽപ്പിച്ചതിന് ശേഷം യശോദമ്മ തൈര് കടയാൻ തുടങ്ങി. ആ സമയത്ത് കളിച്ചുകൊണ്ടിരുന്ന കണ്ണൻ ഓടി വന്ന് അമ്മയുടെ മടിയിലിരുന്ന് മുലപ്പാൽ കുടിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അടുപ്പത്ത് പാൽ തിളച്ച് പൊങ്ങുന്നത് കണ്ടപ്പോൾ യശോദാമ്മ കണ്ണനെ മടിയിൽ നിന്നും മാറ്റിപ്പിടിച്ച് പാലിറക്കാനായി അടുപ്പിനടുത്തേക്ക് ഓടിപ്പോയി. മുലപ്പാൽ കുടിച്ച് തൃപ്തനാവാത്ത കണ്ണൻ ഒരു കുറുമ്പ് കാണിച്ചു. അമ്മിക്കുഴവിയെടുത്ത് നിറച്ചു വെച്ച തൈര് കുടത്തിന് മുകളിലേക്ക് ഇട്ടു. കലം പൊട്ടി തൈരെല്ലാം പുറത്തേക്ക് പോയി. അതിലെ വെണ്ണയും എടുത്ത് കഴിച്ചുകൊണ്ട് കണ്ണൻ ഒന്നും അറിയാത്ത മട്ടിൽ പുറത്തു മുറ്റത്ത് പോയി ഇരുന്നു. തിരികെ വന്ന യശോദാമ്മ ഒത്തിരി തൈര് കുടം കണ്ട് കോപത്തോടെ കണ്ണന്റെ അടുത്തേക്ക് ചെന്നു. അമ്മയുടെ മുഖം കണ്ടപ്പോഴേ കണ്ണന് അടി കിട്ടുമെന്ന് ഉറപ്പായി. കണ്ണൻ ഓടിപ്പോയി. പിന്നാലെ യശോദാമ്മയും ഓടി. കണ്ണനുണ്ടോ പിടികൊടുക്കുന്നു? പിറകെ ഓടിയ യശോദാമ്മ കണ്ണനെ പിടിക്കാൻ കഴിയാതെ തളർന്നുപോയി. ഇത് കണ്ടപ്പോൾ കണ്ണന്റെ മനസ്സലിഞ്ഞു പോയി. ഒടുവിൽ കണ്ണൻ യശോദാമ്മയ്ക്ക് പിടികൊടുത്തു. കണ്ണനെ ശാസിച്ചുകൊണ്ട് മുറ്റത്ത് കിടക്കുന്ന ഉരലിൽ കണ്ണനെ കെട്ടിയിടാൻ കയറെടുത്തു. എത്ര ശ്രമിച്ചിട്ടും കണ്ണനെ കെട്ടിയിടാനുള്ള കയറിന്റെ നീളം തികയുന്നില്ല. കണ്ണന്റെ മനസ്സലിഞ്ഞു. അങ്ങനെ കയറുകൊണ്ട് കണ്ണനെ ഉരലിനോട് ചേർത്ത് കെട്ടിയിട്ടു. കുറെ നേരം ഇങ്ങനെ ഇരുന്നാൽ മര്യാദ പഠിക്കുമെന്ന് യശോദാമ്മ പറഞ്ഞു. അപ്പോൾ കണ്ണനെ കെട്ടിയിട്ടത് എന്തിനാണെന്ന് മനസ്സിലായോ? കുറുമ്പനായ കണ്ണൻ പിന്നീട് എന്ത് ചെയ്തു? കണ്ണനെ കെട്ടിയിട്ടതിന് ശേഷം യശോദാമ്മ തിരികെ പോയി. കണ്ണനാണെങ്കിലോ ഉരലും വലിച്ചുകൊണ്ട് പോയി. പിന്നീടുള്ള കഥ അറിയാമല്ലോ. കണ്ണന്റെ ഈ കഥ ഇഷ്ടമായോ? ഇനിയും കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.